ഹലോ. ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ട്രാൻസ്ഫോം പിവിയോട്ട് പോയിന്റ് വരെയായി. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി കാണാം. അപ്പം അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് സ്നാപ്പിംഗ് ആണ്. സ്നാപ്പിംഗ് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ആദ്യം നമ്മളിതൊരു ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം എല്ലാ സ്ഥലത്തും നമുക്ക് ഹെൽപ്പാവുന്ന ഒരു ഐറ്റമാണ്. അപ്പം ചില സമയത്ത് നമ്മളോട് കൺഫ്യൂഷൻ ആവും, ഇതെന്തേനും ഒന്ന് പറഞ്ഞതെന്ന് ഓർമ്മയില്ലാണ്ട് വരും. അതെന്താ നമുക്ക് പറഞ്ഞിട്ടില്ലേ, അത് നോക്കിയിട്ടില്ലേ എന്നൊക്കെ വരും. അതുകൊണ്ട് കറക്റ്റ് ഫോളോ ചെയ്തു. എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ വാല്യൂ ഭയങ്കര വലുതായിരിക്കും. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന എക്സാമ്പിളിനനുസരിച്ചിട്ട് തന്നെ നോക്കിയിട്ട് പോവാം. ഓക്കെ. സ്നാപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ സ്നാപ്പ് ഇൻക്രിമെൻ്റ് ആണ്. ഓക്കെ. ഇൻക്രിമെൻ്റ് ഉണ്ട്, ഗ്രിഡ് ഉണ്ട്, വെർട്ടെക്സ് ഉണ്ട്, എഡ്ജ് ഉണ്ട്, ഫേസ് ഉണ്ട്, വോളിയം ഉണ്ട്, എഡ്ജ് സെൻറ്റർ, എഡ്ജ് പെർപെൻഡിക്കുലർ, ഫേസ് സെൻറ്റർ. ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. ഇത്രയും സ്നാപ്പിങ്ങുകളാണ്. ശരിക്കും ഇത് ഓട്ടോക്കാഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാവുന്ന സാധനമാണ്. പക്ഷേ എങ്കിൽ അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞുതരാം. ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഓരോന്നിൻ്റെയും ടൈം ലൈന് കമൻറ്റിലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിലേക്ക് പോയാൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നത് ഇൻക്രിമെൻറ്റ്. ഓക്കെ. ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ ഒരു ഗ്രിഡ് കാണുന്നുണ്ടല്ലേ, നമ്മൾ സൂം ഔട്ട് ചെയ്യുന്നതിന് ആ ഗ്രിഡിൻ്റെ കള്ളികൾ മാറി മാറി വരുന്നത്. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രിഡ് എന്ന് പറയുന്നത് 1 മീറ്റർ ബൈ 1 മീറ്റർ ആയിരിക്കും ഈ ഒരു ഗ്രിഡ് എന്ന് പറയുന്നത്. അതായത് 2000 mm സെൻറ്റിയിലെ വണ്ടിക്ക് ഇവിടെ മാറ്റി നോക്കിയാൽ മതി, CM മാറ്റാം, മീറ്ററിലെ വണ്ടിക്ക് മീറ്ററിലേക്ക് മാറ്റാം. ഇപ്പം ഇത് 2000 mm ആണ്. 2000 mm എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കള്ളി എന്ന് പറയുന്നത് 1 മീറ്റർ ബൈ 1 മീറ്റർ ആണ്. അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് 1 മീറ്ററും ഇവിടുന്ന് ഇവിടത്തേക്ക് 1 മീറ്ററും. അതാണ് ഈ ഒരു കള്ളീൻ്റെ സൈസ്. നമുക്ക് ജസ്റ്റ് ഒരു പ്ലെയിൻ ഇട്ടിട്ട് നോക്കാം. ഞാൻ ഈ പ്ലെയിൻ ഇട്ടു. ഈ പ്ലെയിൻ്റെ സൈസ് എത്രയാണ്? 2 മീറ്റർ ബൈ 2 മീറ്റർ. നമുക്ക് 2 എക്സിലും വൈയിലും ഒരേ എമൗണ്ട് സംഖ്യയാണ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും സെലക്ട് ആവും. അതിൽ നമ്മൾ 2000 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈയും ഒരേപോലെ കിട്ടും. ഒന്നിൽ മാത്രം മാറ്റേണ്ടിക്ക് ജസ്റ്റ് അതിൽ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. 2ലും കൂടി ഒരുമിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ 1 ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് മുകളിലേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പ്രൊപ്പോർഷണലി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2000 എന്നുള്ളത് ഞാൻ 1000 എന്ന് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു കള്ളിയുടെ സൈസാണ്. ഓക്കെ. ഈ കള്ളിയുടെ ഉള്ളിൽ ചെറിയൊരു കള്ളി കാണാൻ പറ്റും അല്ലേ, ചെറിയ ചെറിയ ഗ്രിഡ്. അത് 10 സെൻറ്റിമീറ്റർ ബൈ 10 സെൻറ്റിമീറ്റർ ആണ്. അതായത് 100 mm ബൈ 100 mm. ഇപ്പോൾ ഇതിനെ ഞാൻ 100ലേക്ക് ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കള്ളീൻ്റെ സൈസായി. മനസ്സിലായല്ലേ? അതാണ് ഈ ഗ്രിഡ് എന്ന് പറയുന്ന സാധനം. അത് നമുക്ക് ഗ്രിഡ് വെച്ച് വരക്കുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ 2 മീറ്റർ ബൈ 2 മീറ്റർ സംശയമുള്ള ആൾക്കാർക്ക് ഈ ഗ്രിഡിൽ വെച്ച് നോക്കിയാൽ മതി അത് എത്ര ഉണ്ട് എന്ന് മനസ്സിലാവട്ടെ. സോ ആ ഗ്രിഡ് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട്, ഇപ്പം ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ തന്നെ 1 മീറ്റർ ബൈ 1 മീറ്റർ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇൻക്രിമെന്റ്, ഇതിൻ്റെ മുന്നിൽ ഒരു കാന്തത്തിൻ്റെ ഒരു മാഗ്നറ്റിൻ്റെ ഐക്കൺ കാണാം. ഇതാണ് സ്നാപ്പ് ഓൺ ഓഫ്. ഓക്കെ. സ്നാപ്പ് ഓൺ ചെയ്തിട്ട് നമ്മൾ ഇൻക്രിമെന്റിലേക്ക് വന്നിട്ട് G പ്രസ് ചെയ്തിട്ട് ഗ്രാബ്, അതായത് മൂവ് ടൂൾ പ്രസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് കൂടി വലിച്ചാലും മതി, ഗ്രാബ് പ്രസ് ചെയ്ത് വലിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സ്നാപ്പ് ആവുന്നതാണ്. കണ്ട, സ്നാപ്പ് ആവും. അതായത് നിങ്ങളിപ്പോൾ എക്സ്റേ മോഡിൽ വയർ ഫ്രെയിം മോഡിൽ പോയിട്ട് നമ്മൾ ഇതിനെ G പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സ്നാപ്പ് ആവുന്നതാണ്. കണ്ട, ഓരോ ഇൻക്രിമെന്റിനനുസരിച്ചിട്ട് ആ സ്നാപ്പ് ആവും. നിങ്ങൾ ഒന്നും കൂടിയും സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ പോയിന്റ് കാണാൻ പറ്റും. കണ്ട, ഓരോ പോയിന്റിലും ഇതിങ്ങനെ സ്നാപ്പായി പോകും. അപ്പം ഗ്രിഡിനെ നമുക്ക് സ്നാപ്പ് ചെയ്ത് കൊണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിത് ചോദിക്കുക. എന്തെങ്കിലും G പ്രസ് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് ചെറുങ്ങനെ കുറയും. അതായത് അതിൻ്റെ ഉള്ളിലത്തെ ഗ്രിഡിലായിരിക്കും
അത് സ്നാപ്പ് ആവുന്നുണ്ട്. അപ്പം അതാണ് ഈ ഇൻക്രിമെൻ്റ് സ്നാപ്പിംഗ് എന്ന് പറയുന്നത്. അത് ഗ്രിഡ് സ്നാപ്പിംഗ് രണ്ടും സെയിം തന്നെയാണ്. ഗ്രിഡ് സ്നാപ്പിംഗ് പുറത്ത് വരുന്ന സമയത്ത് ജി പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഗ്രിഡ് ചെയ്യും. ഈ വലിയ ഗ്രിഡ് പോയി പിടിക്കും. കണ്ട 1 മീറ്റർ ബൈ 1 മീറ്ററിൻ്റെ ഈ ഒരു ഗ്രിഡിൻ്റെ അകത്താണ് ഈ സാധനം പോയിട്ട് പിടിക്കുക. പിന്നെ നിങ്ങൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്തൊക്കെ എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഗ്രിഡിലാണ് ആ സാധനം പോയിട്ട് സ്നാപ്പ് ആവുക. ഞാൻ വണ്ടിക്ക് സൂം ചെയ്ത് തരാം. ഈ സൂം ചെയ്തിട്ട് നമ്മൾ ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നിടത്ത് കണ്ട ഇതിൻ്റെ ഉള്ളിലത്തെ ഗ്രിഡിൽ സ്നാപ്പ് ആവുന്നുണ്ട്. ഇനി ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്യാണ്ട് ജി പ്രസ് ചെയ്യുന്നതാണെങ്കിൽ ഇത് ഈ ഒരു ഗ്രിഡിനാണ് സ്നാപ്പ് ചെയ്യുക. ഈ ഒരു ഗ്രിഡിൽ ഇങ്ങനെ സ്നാപ്പ് ചെയ്തിട്ട് അതിനുള്ളതാണ് ഈ ഗ്രിഡ് സ്നാപ്പ് എന്ന് പറയുന്നത്. വേർട്ടെക്സ് സ്നാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിന്, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൽ ഈ കാണുന്ന സാധനത്തിനെയാണ് നമ്മൾ വേർട്ടെക്സ് എന്ന് പറയുന്നത്. ഇതാണ് വേർട്ടെക്സ്. ഈ വേർട്ടെക്സിലേക്ക് നമുക്ക് ഒരു ഒബ്ജക്റ്റ് കൊണ്ടുപോയിട്ട് സ്നാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ വേർട്ടെക്സ് സ്നാപ്പിംഗ് എന്ന് പറഞ്ഞ് ഇത് ഉപയോഗിക്കുക. അപ്പം ഞാനിവിടെ വേർട്ടെക്സിലേക്ക് കൊടുത്തിട്ട് ഇതിനെ ജി പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിയറസ്റ്റ് പോയിന്റിലേക്ക് അത് പോയിട്ട് സ്നാപ്പ് ആവും. അപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് ജി പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിയറസ്റ്റ് പോയിന്റ് ഏതാ, ആ ഒരു പോയിന്റിലേക്ക് അത് സ്നാപ്പ് ആവും. എനിക്ക് ജി പ്രസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണെങ്കിൽ ഇതിൻ്റെ നിയറസ്റ്റ് പോയിന്റ് ഏതാ, ആ ഒരു പോയിന്റിലേക്ക് ഇത് കൊണ്ടുപോയിട്ട് സ്നാപ്പ് ആവും. ഇനി ഇവിടെ നിങ്ങൾക്ക് സെൻറ്റർ എന്ന് കാണാൻ പറ്റും. സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ, അതായത് ഒറിജിൻ എവിടെയുള്ളത് ആ ഒറിജിൻ ആയിരിക്കും ഇതിലേക്ക് പോയിട്ട് സ്നാപ്പ് ആവുക. ഈ വേർട്ടെക്സ് അല്ല സ്നാപ്പ് ആവുക, ഈ ഒറിജിൻ പോയിട്ട് അതിൽ സ്നാപ്പ് ആവും. സോ ഇപ്പം നിങ്ങൾക്ക് ക്ലോസസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജി പ്രസ് ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോൾ അതിലേക്ക് പോയിട്ട് ഈ പീസ് സ്നാപ്പ് ആവുന്നത് കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ എഡ്ജ്, ഈ പോയിന്റ് അവിടെ കൊണ്ടുപോയിട്ട് സ്നാപ്പ് ആവും. ഇത് വേർട്ടെക്സ് സ്നാപ്പിംഗ് ആണ്. നേരെ മറിച്ച് വേർട്ടെക്സ് സ്നാപ്പിങ്ങിൽ നമ്മൾ സെൻറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ പോയിന്റ്, അതായത് ഒറിജിൻ പോയിന്റ് ആയിരിക്കും ഇതിൽ കൊണ്ടുപോയിട്ട് സ്നാപ്പ് ആവുക. അത് നിങ്ങൾ എവിടെ വെച്ച് കഴിഞ്ഞാലും ഈ ഒറിജിൻ പോയിന്റ് ആയിരിക്കും ഇവിടെ കൊണ്ടുപോയിട്ട് സ്നാപ്പ് ആവുക. ഇനി ഇതിൻ്റെ അകത്ത് മീഡിയം പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഈ ഒരു സെക്ഷനിൽ ട്രാൻസ്ഫോമിൽ നമ്മൾ മീഡിയം പറഞ്ഞിട്ടുണ്ട്. അതായത് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതാണെങ്കിൽ 4 കോപ്പി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 4 കോപ്പി നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പോയിന്റ് മീഡിയമിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജി പ്രസ് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഈ സ്നാപ്പ് ഓൺ ചെയ്തിട്ടില്ല, വയർ ഫ്രെയിമിലാക്കിയിട്ട് കാണിച്ചു. നമ്മൾ ജി പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഈ 4ൻ്റെയും കൂടിയിട്ടുള്ള സെൻട്രൽ പോയിന്റ് ആയിരിക്കും സ്നാപ്പ് ആവുക. കണ്ട ഈ 4ൻ്റെയും കൂടിയിട്ടുള്ള സെൻട്രൽ പോയിന്റ് ഇവിടെ പോയിട്ട് സ്നാപ്പ് ആവും. അത് ഇവിടെ നിന്ന് മാത്രമല്ല, ഇവിടെയും സ്നാപ്പ് ആവും, ഇവിടെയും സ്നാപ്പ് ആവും, താഴെ മേലെ എവിടെ വേണ്ടിക്കലും ഈ 4ൻ്റെയും മിഡിൽ പോയിന്റ് ആയിരിക്കും പോയി സ്നാപ്പ് ആവുന്നത്. അതിനാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾ ഇവിടെ കേട്ട സാധനം തന്നെയാണ്. നമ്മൾ ഏതിലാണോ ലാസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത് അതായിരിക്കും നമ്മളെ ആക്റ്റീവ് എലമെന്റ്. നമ്മൾ ആ ആക്റ്റീവിൽ ക്ലിക്ക് ചെയ്തിട്ട് ജി പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് ഏതാ ഉള്ളത് അതിൻ്റെ സെൻട്രൽ പോയിന്റ് അവിടെ പോയിട്ട് സ്നാപ്പ് ആവും. നിങ്ങൾക്ക് ഇത് 3-4 മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലോസസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള പോയിന്റ്, സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻട്രൽ പോയിന്റ്, മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ്റെ സെൻറ്ററിലുള്ള പോയിന്റ്, ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ലാസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള ആ പോയിന്റ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എഡ്ജ് സ്നാപ്പിംഗ് ആണ്. എഡ്ജ് സ്നാപ്പിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ 3 ഡിലീറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ഞാനൊരു പ്ലെയിനും കൂടെ വെക്കാം. ഓക്കെ, അതിൻ്റെ കളർ ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട്, ഒരു റെഡ് കളർ ആക്കാം നമുക്ക്, ഒരു കാമനൊരു മൊഞ്ച് വരാൻ. ഓക്കെ, ഇപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ എഡ്ജ് സ്നാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എഡ്ജും തമ്മിൽ സ്നാപ്പ് ആവും.
നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ട് ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഡ്ജ് ടു എഡ്ജ് ആയിരിക്കും സ്നാപ്പ് ആവുന്നത്. കണ്ട, ഇതതിൻ്റെ എഡ്ജിലൂടെ ഇങ്ങനെ പോകും. വേർട്ടെക്സ് അല്ല, എഡ്ജ്. ഈ എഡ്ജ് ഇതിൻ്റെ എഡ്ജിലൂടെ ആയിരിക്കും മൂവ്മെൻറ്റ് ചെയ്യുന്നത്. കണ്ട, ഈ എഡ്ജിൽ ഇങ്ങനെ സ്നാപ്പ് ആവും ഈ സാധനം. ഈ എഡ്ജിൽ, അതേപോലെ ഇതിൻ്റെയും എഡ്ജിലൂടെ മാത്രമേ ഈ സാധനം പോവുള്ളൂ. കണ്ട, ഇത് ആ എഡ്ജും ഈ എഡ്ജും തമ്മിൽ സ്നാപ്പായി നടക്കും. അതിന് പറയുന്ന പേരാണ് എഡ്ജ് സ്നാപ്പിങ്. ഈ 3 സാധനങ്ങളും നമ്മൾ നേരത്തെ 4 സാധനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. അതിൻ്റെ പിവിയോഡ് പോയിന്റ് വെച്ചിട്ടും ഓവറോളിൻ്റെ ഇത് വെച്ചിട്ടും ഒക്കെ സ്നാപ്പ് ആവുന്ന സാധനങ്ങൾ. അത് റിപ്പീറ്റേഷൻ്റെ ആവശ്യമില്ല. അപ്പം എഡ്ജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ എഡ്ജ് വെച്ചിട്ട് സ്നാപ്പ് ആവുന്നതിനാണ് എഡ്ജ് സ്നാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ബോക്സിന് ജി പ്രസ് ചെയ്തിട്ട് ഈ പ്ലെയിനിലേക്ക് കൊണ്ടുവരുന്നതെന്ന് വിചാരിച്ചോ. നിങ്ങൾ നോക്കൂ, ഇതാ ഫേസ്, ആ ഫേസിൻ്റെ ഉള്ളിൽ സ്നാപ്പായി, ഇതിൻ്റെ ബോട്ടം ടു ബോട്ടം ആ ഫേസിൽ സ്നാപ്പായിട്ടുണ്ടാവും. സോ നമുക്കിപ്പം ഒരു സാധനം ഒരു പരന്ന പ്രതലത്തിൽ കൊണ്ടുപോയി വെക്കണമെന്നുണ്ടെങ്കിൽ ഫേസ് സ്നാപ്പിംഗ് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പം ഇതിനെ നമ്മൾ ജസ്റ്റ് ഫേസ് സ്നാപ്പിംഗ് എന്ന് മാത്രമേ പറയുള്ളൂ. ഈ ഫേസ് സ്നാപ്പിൽ തന്നെ നമുക്ക് വേറെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ അലോങ് റൊട്ടേഷൻ വിത്ത് ടാർഗറ്റ്, അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പേരൊക്കെയാ അലോങ് റൊട്ടേഷൻ വിത്ത് ടാർഗറ്റ് എന്ന് പറയുന്നത്. ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു സിലിണ്ടർ പ്ലേസ് ചെയ്യാം. സോ സിലിണ്ടർ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ആ സിലിണ്ടർ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ വെക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ കാണാം, ഈ സിലിണ്ടറിൻ്റെ ബേസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴോട്ടാണുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ബേസ് പോയിന്റ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് മാറ്റി, ഒറിജിൻ ടു മാസ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാത്തിനെയും കൂടി മൊത്തം ഒബ്ജക്റ്റിൻ്റെ മാസിൻ്റെ സെൻറ്ററിൽ പോയിട്ട് ആ പോയിന്റ് നിന്ന്. ഈ സാധനം ഞാൻ ജി പ്രസ് ചെയ്ത് സ്നാപ്പ് ചെയ്ത് താഴോട്ടേക്ക് വലിച്ചാൽ നിങ്ങൾക്കറിയാം, ഇത് ഇവിടെ തന്നെ വന്നിട്ട് പ്ലേസ് ആവും. അതായത് പരന്ന പ്രതലം ഏതാണോ ആ പ്രതലത്തിൽ പ്ലേസ് ആവും. പക്ഷേ അതേ സാധനത്തിന് ഞാൻ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാലോ, കണ്ട, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ആ ഫേസ് എവിടെയാണുള്ള ആ ഫേസിലാണ് ഈ സാധനം പോയിട്ട് സ്നാപ്പ് ആവുന്നത്. അലോങ് ഞാൻ ഇങ്ങനെ മൊത്തമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാം, ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങോട്ടേക്കും പോകില്ല. കാരണം ഇത് ഈ അടിയിലത്തെ ഫേസ് ഈ മുകളിലത്തെ ഫേസിലേക്ക് മാത്രമാണ് സ്നാപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്, അതായത് എഡിറ്റ് മോഡിലേക്ക് പോയിട്ട് ഇതിൻ്റെ ഫേസ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഓൾട്ട് എസ് പ്രസ് ചെയ്യുക, എക്സ് പ്രസ് ചെയ്യുക, എന്നിട്ട് ഒറിജിൻ ടു സെലക്ഷൻ. ഓക്കെ, അപ്പോൾ എന്തായി, ഒറിജിന് നമ്മൾ സെലക്ട് ചെയ്ത ഫേസിലേക്ക് വന്നു. അത് ഞാൻ കാണാം, സിലിണ്ടറിൻ്റെ ഫേസിലേക്ക് ആ ഒരു ഒറിജിൻ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് സെലക്ട് ചെയ്യുക, ഈ ഫേസ് പ്രൊജക്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് മൂവിലും റൊട്ടേറ്റിലും ഇത് നമുക്ക് ഈക്വലായിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് കിട്ടണം. അപ്പോൾ നമ്മൾ മൂവും റൊട്ടേറ്റും ഇത് ആക്റ്റീവ് ചെയ്യുക. ഈ ഒരു ഫേസിനനുസരിച്ചിട്ട് ആ ഒരു സിലിണ്ടർ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. അതായത് നമ്മൾ ഇതിനെ ഇപ്പോൾ എത്ര കഷ്ണാക്കിയിട്ടുണ്ട്, 1 2 3 4 5 6 പീസ്. നമ്മൾ ഇതിനെയും 6 പീസായിട്ട് കോപ്പി എടുക്കുക. സോ ഇതിന് ഒന്ന് നമുക്ക് ലൈനിലിട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. 1 രണ്ടാമത്തത് കൂടിയാണ് വരുന്നത്, 3ാമത്തത് കൂടിയാണ് വരുന്നത്, 4ാമത്തത് കൂടിയാണ് വരുന്നത്, 5ാമത്തെ കൂടിയാണ് വരുന്നത്, 6 7 പീസാക്കിയിട്ട് നമ്മളിതിനെ എടുത്തിട്ടുണ്ട്. ഇതിനെ കുറച്ച് ഹൈറ്റ് കുറച്ച് ഇതിൻ്റെ ഹൈറ്റ് കുറക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ നമുക്ക് സ്നാപ്പ് ആവില്ല, ഇവിടുന്ന് ഒരു ഓവർലാപ്പായിട്ട് ഇങ്ങനെ കിടക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം, ഈ സാധനം എല്ലാം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയൊക്കെ ഈ ഒരു ഓറിയൻറ്റേഷനിൽ പ്ലേസ് ചെയ്യണം. എങ്ങനെ പ്ലേസ് ചെയ്യാം? നേരെ ടോപ്പ് വ്യൂയിലേക്ക് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഫേസ് സെലക്ട് ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഫേസ് പ്രൊജക്ഷൻ കിട്ടാൻ സ്നാപ്പ് ടാർഗറ്റ് ഇൻഡിവിജ്വൽ എലിമെൻറ്റ്, അതായത് ഫേസ് പ്രൊജക്റ്റിൽ പോയിട്ട് അലൈൻ റൊട്ടേഷൻ ടു ടാർഗറ്റ്, അതായത് റൊട്ടേഷൻ അനുസരിച്ചിട്ട് അത് അലൈൻ ആവണം. അതാണ് നമ്മൾ കൊടുക്കുന്നത്.
നമ്മൾ ഇത്രയും സെലക്ട് ചെയ്യുക, ഈ സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ട് ശേഷം ജസ്റ്റ് ഈ സ്നാപ്പ് ഓൺ ചെയ്യുക, ജി പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ വ്യൂവിനനുസരിച്ചിട്ട് അത് പ്ലേസ് ആയി പോയിട്ടുണ്ടാവും. ഇതേ സംഭവം നമ്മളൊരു സ്പിയർ ഉപയോഗിച്ചിട്ട് ആ സ്പിയറിലേക്ക് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വലുതാക്കാം. ജി പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫേസിലൂട്ട നമ്മൾ സ്നാപ്പിങ്ങിനനുസരിച്ചിട്ട് അത് മൂവ് ചെയ്ത് പോകും. നിങ്ങൾക്ക് അതിന് കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടെ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് നിങ്ങൾ എത്ര കോപ്പി വേണ്ടിച്ചിലും ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത് ആ ഫേസ് തന്നെ, ആ ഫേസ് നമ്മൾ സ്നാപ്പ് ഓൺ ചെയ്തതുകൊണ്ട് ആ ഫേസിൻ്റെ മുകളിൽ തന്നെ ഈ സാധനം ഇങ്ങനെ ഓടിക്കഴിയും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ ഫേസ് സ്നാപ്പിംഗ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഈ വോളിയം എന്താണെന്ന് നോക്കാം. വോളിയം എന്ന് പറയുന്നത് നമ്മൾ ഒരു കുഴൽ അല്ലെങ്കിൽ ഒരു പൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ആ പൈപ്പിൻ്റെ സർഫേസ്, മേ ബി ഇത് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ പൈപ്പായിരിക്കാം. ഇത് കംപ്ലീറ്റ് മെറ്റലിനെ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്പേസിന് പറയുന്ന പേരാണ് വോളിയം. സോ നമ്മളൊരു മങ്കി ഫേസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ജി പ്രസ്, അതായത് വോളിയത്തിലേക്ക് മാറ്റിയിട്ട്, സ്നാപ്പിംഗ് വോളിയത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ജി പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് ആ വോളിയത്തിൻ്റെ സെൻട്രലായിരിക്കും ഇത് സ്നാപ്പായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാകും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് നോക്കിയാൽ മതി. അതിൻ്റെ സെൻറ്റർ, ആ വോളിയത്തിൻ്റെ സെൻറ്ററിലേക്ക് ഈ സാധനം സ്നാപ്പായിട്ടുണ്ടാവും. ശരിക്കും ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടൊന്നുമില്ല. ഞാനിതിൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ ഒരു അറിവിന് വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ. എഡ്ജ് സെൻറ്റർ വെച്ചിട്ട് നമ്മൾ സ്നാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജി പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുകഴിഞ്ഞാൽ ആ എഡ്ജിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക്, മീൻസ് ഓട്ടോ കാഡിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ മിഡ് പോയിന്റിലേക്ക് ഇത് സ്നാപ്പ് ആവും. സോ നമുക്ക് ഇതിൻ്റെ ഏത് എഡ്ജിൻ്റെയും ഒരു മിഡ് ഉണ്ടാവും. ഏത് എഡ്ജിനും ഒരു മിഡ് ഉണ്ടാവില്ലേ, ആ മിഡിലേക്ക് ഇത് നമുക്ക് സ്നാപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എഡ്ജ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ബോക്സിലും വർക്ക് ആകും കേട്ടോ. നമ്മൾ ഈ ബോക്സിൽ നമ്മൾ ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് പോയിട്ട് ഈ സെൻറ്റർ പോയിന്റിൽ പിന്നെ സ്നാപ്പ് ആവും. അപ്പോൾ ഒരു ലൈനിൻ്റെ സെൻട്രൽ പോയിന്റിൽ സ്നാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡ്ജ് സെൻറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. എഡ്ജ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ജി പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു എല്ല് പോലത്തെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ടാവും. കാണുന്നുണ്ടോന്ന് അറിയില്ല. സൂം ചെയ്തിട്ട് നമ്മളിതിനെ ജി പ്രസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് കണ്ടാ ഇവിടെ ഒരു ഐക്കൺ വരുന്നില്ലേ, അത് ആ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ എംബ്ലമാണ്. അതായത് ആ ലൈനിന് പാരലലായിട്ട് ആയിരിക്കും മറ്റേ ലൈന് വന്നിട്ട് ജോയിൻ്റ് ആവുക. അതിനെ പെർപെൻഡിക്കുലർ എന്നാണ് പറയുക, സ്ട്രെയിറ്റ്. ഓക്കെ, ഇനിയുള്ളത് ഫേസ് സെൻറ്റർ ആണ്. ഫേസ് സെൻറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ജി പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കണ്ടാൽ നിങ്ങൾ അവിടെ സ്നാപ്പ് ആവുന്നുണ്ടോ സെൻറ്ററിൽ, ആ ബോക്സിൻ്റെ സെൻറ്ററിൽ അതുപോലെ സ്നാപ്പ് ആവും. ജി പ്രസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കണ്ട ഈ പോയിന്റ് പോയിട്ട് ആ സെൻറ്ററിൽ ലോക്കായി. ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ സെൻറ്ററിൽ ലോക്കാവും. മുകളിൽ കൊണ്ടുകഴിഞ്ഞാൽ ആ ബോക്സിൻ്റെ സെൻറ്റർ പോയിന്റിൽ വെച്ചിട്ട് അത് ലോക്കാവും. അപ്പോൾ അതിനാണ് നമ്മൾ എഡ്ജ് സെൻറ്റർ ഉപയോഗിക്കുന്നത്. ഈ ഫേസ് സെൻറ്റർ ഉപയോഗിക്കുന്നത്. ഫേസ് നിയറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ സ്നാപ്പിംഗ് ഓൺ ചെയ്യുക, ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തുള്ള ഏതാണോ ഒബ്ജക്റ്റ് അതിലേക്ക് ഇത് പോയിട്ട് സ്നാപ്പ് ആവും. ഓക്കെ, ഇപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സാധനം അതിൻ്റെ അടുത്തുള്ള ഒരു കാന്തം പോലെ വർക്ക് ചെയ്യും. അതിൻ്റെ അടുത്തുള്ള ഏതൊരു ഒബ്ജക്റ്റ് അതിൽ പോയിട്ട് അത് സ്നാപ്പ് ആവും. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ലെറ്റർ നമുക്ക് ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫേസ് പ്രൊജക്റ്റ് ഓൺ ചെയ്തിട്ട് ജി, അതായത് നമ്മൾ മൂവ് ടു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫേസിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളിതിനെ ഈ ഒരു ഫേസിലേക്ക് കൊണ്ടുവന്നാൽ കൂടെ ഇത്
ഹാഫ് സെൻറ്ററിൽ വെച്ചിട്ടാണ് ഉണ്ടാവുക, പകുതി ഇതിൻ്റെ ഉള്ളിലുള്ളത് അല്ലേ, പകുതി ഉള്ളിലേക്ക് പോയി. അത് എന്തുകൊണ്ടാണ്? അത് അതിൻ്റെ ഒറിജിൻ അവിടുന്ന് മാറിയിട്ടുണ്ട്. ഒറിജിൻ കിടക്കുന്നത് ഇവിടെയാണ്. നിങ്ങൾ ഈ ഒറിജിൻ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ വെച്ചാൽ മാത്രമേ ആ പ്രതലത്തിൽ ഈ പ്രതലം കൊണ്ട് മാച്ച് ആവുള്ളൂ. നിങ്ങൾ എഡിറ്റ് മോഡിലേക്ക് വരിക, ഇവിടുന്ന് വേർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് Ctrl+Alt+X കൊടുത്തിട്ട് ഇത് ഒറിജിനൽ സെലക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ G പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നാപ്പ് ആവുന്നത്, ഇവിടെ ഓൺ ചെയ്യണം, സ്നാപ്പ് ആവുന്നത് ആ പ്രതലം ടു ഈ പ്രതലമായിരിക്കും. ഓക്കെ, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമ്മൾ എപ്പോഴും ഇത് ഓൺ ചെയ്ത് വെക്കണം എന്നില്ല. കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പം ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു, ഇത് എപ്പോഴും ഓൺ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഏത് സ്നാപ്പാണ് ഉപയോഗിക്കാൻ പോകുന്നത് ആ സ്നാപ്പ് ആക്ടിവേറ്റ് ആയിരുന്നാൽ മതി. ഇപ്പോൾ വേർട്ടെക്സ് സ്നാപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേർട്ടെക്സ് സ്നാപ്പ് ഓൺ ചെയ്ത് വെക്കുക. ഇത് പ്രസ് ചെയ്തിട്ട് G പ്രസ് ചെയ്തിട്ട് ഇപ്പം വേണ്ട, ഇവിടെ സ്നാപ്പ് ആവുന്നില്ല, ഈ സാധനം ഇങ്ങനെ കളിക്കും. പക്ഷേങ്കിൽ ജസ്റ്റ് കൺട്രോൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചേ, അപ്പോൾ പോയിട്ട് ഇത് സ്നാപ്പ് ആവും. ടെമ്പററി ആയിട്ട് നമ്മുടെ ഈ മാഗ്നറ്റ് ഐക്കൺ ഓൺ ചെയ്യുന്നതിന് പകരം യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ ഇവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് കളിക്കേണ്ട ആവശ്യമില്ല. കൺട്രോൾ പ്രസ് ചെയ്യുക, ഏത് പോയിന്റിലാണ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഏത് സ്നാപ്പാണ് കൂടെ, ഇപ്പം ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഫേസ് പ്രൊജക്റ്റ് ഓൺ ചെയ്തിട്ട് G പ്രസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത് സ്നാപ്പ് ആവില്ല. കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നിട്ട് ഇവിടെ ഒന്ന് സ്നാപ്പ് ആയിക്കോളും. അപ്പം അതാണ് ഫേസ് പ്രൊജക്റ്റും ഫേസ് നിയറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇതിൽ ഇനി നമുക്ക് പറയാനുള്ളത് ഈ റൊട്ടേഷൻ ഇൻക്രിമെൻ്റ് ആണ്. ഈ റൊട്ടേഷൻ ഇൻക്രിമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ 5 ഡിഗ്രിയാണ് ഉള്ളത് അല്ലേ, 5 ഡിഗ്രി നമ്മുടെ ഇൻക്രിമെൻ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് 1 ഡിഗ്രി പെർസെൻറ്റേജും. 5 ഡിഗ്രി നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇൻക്രിമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ റൊട്ടേഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാം 5 വെച്ചിട്ട് ഈ റൊട്ടേഷൻ സ്നാപ്പ് ആവും. 5, 10, 15 എവിടെയാണെന്ന് കാണുന്നുണ്ടോ അറിയില്ല. ഇവിടെ നോക്കിയാൽ മതി, ഈ ഒരു സൈഡിൽ നിങ്ങൾ നേരെ നോക്കിക്കോ, റൊട്ടേഷൻ 5, 10, 15, 20, 25 അങ്ങനെ റൊട്ടേറ്റ് ആവും. നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ട് ഒരു റൊട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് ഈ 5 എന്നുള്ളത് 45 ഡിഗ്രി എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് 45 ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് റൊട്ടേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു വീടൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ റൂഫൊക്കെ ചെയ്യുമ്പോൾ 45 ഡിഗ്രി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് പ്രസ് ചെയ്യുക. ആദ്യം ഇവിടെ ഇത് ഓൺ ചെയ്യണമെന്നില്ല ശരിക്ക്. ഇവിടെ 45 എന്ന് കൊടുത്തിട്ട് റൊട്ടേഷൻ പ്രസ് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. 45 ഡിഗ്രിയിൽ വന്നിട്ട് അത് നിൽക്കും. Shift D പ്രസ് ചെയ്തിട്ട് പിന്നെയും റൊട്ടേറ്റ് പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 45 ഡിഗ്രിയിൽ അത് വീണ്ടും തിരിയും. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് സ്നാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഇവിടെ പോവുക, എന്നിട്ട് വേർട്ടെക്സിലേക്ക് മാറ്റുക, G പ്രസ് ചെയ്യുക, ഇതെടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്നാപ്പ് ആവും. ഇതേപോലെ നമുക്ക് സ്നാപ്പിങ് യൂസ് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് സ്നാപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് പറയാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിൽ ബാക്കിയുള്ളത് ഈ പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് മാത്രമാണ്. അതെന്താണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഈ പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് ഞാൻ പഠിച്ചത് ഈ ബ്ലെൻഡർ ഗുരു എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ഈ ബ്ലെൻഡർ പഠിച്ചു തുടങ്ങുന്ന എല്ലാവരും കാണുന്ന ഒരു ഫസ്റ്റ് ട്യൂട്ടോറിയൽ ബ്ലെൻഡർ ഗുരു ആയിരുന്നു. അപ്പം ആ ചാനലിൻ്റെ ഫോട്ടോ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആ ചാനലിൽ നിങ്ങൾക്ക് ഒരുപാട് ഇതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ മാറാനുള്ള ട്യൂട്ടോറിയൽസ് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൽ ഫേമസ് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ് ഡോണറ്റിൻ്റെ. അപ്പോൾ ആ ഡോണറ്റ് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊപ്പോർഷണൽ എഡിറ്റിങ്ങിൻ്റെ ടൂളിൻ്റെ യൂസ് കറക്റ്റ് പറയുന്നുണ്ട്. എന്നാലും ഞാനത് കാണിച്ചു തരാം. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ യൂസ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു ടോറസ് ക്രിയേറ്റ് ചെയ്യണം, ഒരു വടപോലിയിൽ ഒരു സാധനം വരുന്നത്, ഇതിനെ വെച്ചിട്ടാണ് അവർ ഡോണറ്റ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഫേസ്
ലൈൻ എഡ്ജുകൾ ഒക്കെ കാണാൻ പറ്റും. ഇത് നമ്മൾ ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് മോഡിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇതിൽ നമുക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിന്റിനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വേർട്ടെക്സ് മാത്രമാണ് താഴോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ എനിക്ക് ഈ ഒരു പോയിന്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന് ചുറ്റുമുള്ള കുറച്ച് പോയിന്റുകൾ കൂടെ താഴോട്ടേക്ക് പോകണം. 3ds Maxൽ സോഫ്റ്റ് നോട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോഫ്റ്റ്, എനിക്ക് കറക്റ്റായിട്ട് പേര് ഓർമ്മ കിട്ടുന്നില്ല, സോഫ്റ്റ് സെലക്ഷൻ അങ്ങനെ എന്തോ. നമ്മൾ ആ ഒരു വേർട്ടെക്സ് പിടിച്ചിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റീജിയനിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാം അതിൻ്റെ കൂടെ മൂവ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലത്തെ ഒരു ഓപ്ഷനാണ് പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ്. സോ ഇപ്പം ഞാൻ ഈ ഒരു വേർട്ടെക്സ് പിടിച്ചിട്ട് താഴോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വേർട്ടെക്സ് മാത്രമേ മൂവ് ആകുന്നുള്ളൂ. അതിനുശേഷം ഈ ഒരു എഡ്ജ് പിടിച്ചിട്ട് ഞാൻ താഴോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്തും ആ ഒരു എഡ്ജ് മാത്രമേ മൂവ് ആകുന്നുള്ളൂ. നമ്മൾ പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്മൂത്ത്, ഷാർപ്പ്, റൂട്ട്. ഈ സാധനം നമ്മൾ ആദ്യത്തെ ഒരു ട്യൂട്ടോറിയലിൽ കണ്ടിട്ടുണ്ട്. ലൂപ്പ് ചെയ്ത സമയത്ത് നമ്മൾ ആ ലൂപ്പിനെ സ്കെയിൽ ചെയ്യുന്നിടത്ത് ഒരു ഷേപ്പായി വരുന്നത് കണ്ട് അതേ ഓപ്ഷൻ തന്നെയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിത് ഓൺ ചെയ്തതിന് ശേഷം G പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൗണ്ട് കാണാൻ പറ്റും, ഒരു സെലക്ഷൻ പോലെ. ഈ സെലക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാൻ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഏരിയയിലുള്ള എല്ലാ ഫേസുകളും ഇതിൻ്റെ കൂടെ മൂവ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആ റൗണ്ടിനകത്തുള്ള ഏരിയയിൽ മാത്രമേ ഈ സാധനം എഫക്റ്റ് ആവുള്ളൂ. സോ ആ റൗണ്ടിന് നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം? മൗസിൻ്റെ സ്ക്രോൾ വീൽ നിങ്ങൾ മുന്നോട്ടും പുറകോട്ടും ആക്കുന്നതിനനുസരിച്ച് ആ ഏരിയ ചേഞ്ച് ആയി വരും. ഒരു വലിയ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അത്രയും ഭാഗത്തുള്ള എല്ലാം അതിൻ്റെ കൂടെ മൂവ് ചെയ്യും. അത് നമ്മൾ ചെറുതാക്കുന്ന സമയത്ത് എത്ര റീജിയൻ്റെ ഉള്ളിലാണ് അത് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. സോ വലിങ്ങനെയാക്കുന്നുണ്ടെങ്കിൽ ഇത് മൊത്തം നമുക്ക് മൂവ്മെൻറ്റ് വരും. സോ ഇത് എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിതിനെ അൺഷേപ്പാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എഡ്ജ് നമ്മൾ പിടിച്ചിട്ട് G പ്രസ് ചെയ്ത് മൂവ് ചെയ്യുന്നതാണെങ്കിൽ ഇതിൻ്റെ റൗണ്ടിൻ്റെ സൈസ് ഞാൻ ചെറുങ്ങനെ കുറക്കുകയാണ്. ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കിതിനെ പെട്ടെന്ന് തന്നെ ഒരു ഷേപ്പ് മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്മൂത്താണ്. നേരെ നമ്മളൊരു സ്പിയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു റൗണ്ടായിട്ട് മൂവ് ആവും. കണ്ടാ, ഒരു റൗണ്ട് ഷേപ്പിൽ ഈ സാധനം മൂവ് ചെയ്യും. ഓരോ ആകൃതിക്ക് അനുസരിച്ചിട്ട് ഈ സാധനം മൂവ് ചെയ്യും. സ്മൂത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി സ്മൂത്തായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്സ്. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ഒബ്ജക്റ്റിനെ റീഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഇനി നമ്മളൊരു പ്ലെയിൻ എടുത്തിട്ട് ആ പ്ലെയിന് നമുക്ക് ഇപ്പം ഈ ഒരു പ്ലെയിനിനെ നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എഡ്ജ് ലൂപ്പ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. ഇങ്ങനെ കൊടുത്തിട്ട് Ctrl R കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇതിനെ ഒരുപാട് ലൂപ്പുകൾ മാറ്റിയിട്ട് ഇതിനെ ബോക്സ് കള്ളിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ആ ഫേസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സബ് ഡിവൈഡ് നോക്കാം. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിനെ അത് ഡിവൈഡ് ചെയ്യും. നമുക്കിവിടെ 1 എന്നുണ്ട്. നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണ്ട, എനിക്കിപ്പോൾ ഒരു 50 കട്ടാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അത്രയും കട്ടിലത് മുറിയും. ഇവിടെ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ മുറിച്ച നമ്മൾ കട്ട് ചെയ്ത ഒരു പ്ലെയിനിനെ നമുക്ക് ഇവിടുന്ന് കുറച്ച് പോയിന്റ് വെച്ചിട്ട് ഇതിനെ ഒന്ന് മുകളിലേക്ക് വലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കണ്ട ഇപ്പോൾ കാണാൻ പറ്റും. ഇത് സ്മൂത്ത് കൊടുത്തുകൊണ്ട് സ്മൂത്തായിട്ട് അത് വന്നു. നേരെ മറിച്ച് നമ്മളത് സ്പിയറിലേക്ക് കൊടുത്തിട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട അത് റൗണ്ടായിട്ട് വരും. നേരെ മറിച്ച് നമ്മളത് ഷാർപ്പായിട്ട് വലിക്കുകയെന്നുണ്ടെങ്കിൽ അത് ഷാർപ്പായിട്ട് വരും. അപ്പം അതാണ് ഇതിൻ്റെ 4 വ്യത്യാസങ്ങൾ. ഓരോ ഷേപ്പിനും അനുസരിച്ചിട്ട് അത് മാറും. സ്മൂത്ത് വെച്ചിട്ട് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്നൊരു മൗണ്ടൻ ഏരിയ ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ മോഡൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ
ഒരു ബോക്സ് വെച്ച് പ്ലെയിൻ വെച്ച് വരച്ച് ഒക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് വലിയ ടൈം എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു മൗണ്ടൻ ഏരിയ ഒക്കെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അതാണ് ഈ പ്രൊപ്പോർഷണൽ എഡിറ്റിങ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടാകുന്ന വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത് ഈ ഒരു ഏരിയ കൂടെ മാത്രമാണ്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർഫേസ് കഴിഞ്ഞു. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് ഔട്ട്ലൈനറാണ്. ആ ഔട്ട്ലൈനർ നമുക്ക് മോഡലിംഗ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പോകും. ഓക്കെ.